ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കപ്പയും നല്ല കാന്താരി മുളക് ചമ്മന്തിയുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് സൂപ്പറാക്കി എടുക്കണം. കപ്പയെല്ലാം ഏകദേശം നന്നാക്കി കഴിയാറായിട്ടുണ്ട്. ഇനി ഇതും കൂടി കഴിയുമ്പോൾ എല്ലാം കഴുകി കുറച്ച് വൃത്തിയാക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്കി പരിപാടികൾ. ഇപ്പം നമ്മൾ കഴുകിയ കപ്പയെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വച്ച് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് നേരെ കുക്കറിലേക്ക് മാറ്റണം. ഒരു 2 വിസിൽ വരുന്നത് വരെയും കുക്കറിലിട്ട് നന്നായി തിളപ്പിക്കണം. അപ്പോൾ നമ്മൾ അരിഞ്ഞ കപ്പയെല്ലാം നേരെ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുക്കറിൽ വെള്ളം ഒഴിച്ച് നേരെ ഗ്യാസിലേക്ക് വെച്ച് അടച്ചു. ഇനി ഒരു 2 വിസിൽ വരുന്നവരെയും നമ്മുടെ കപ്പ നന്നായി തിളക്കട്ടെ. നമ്മുടെ കുക്കർ വിസിലടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു 2 വിസിൽ പോണവരെ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. കപ്പ നമ്മൾ നല്ല വേവുള്ള കപ്പയായിരുന്നു. 4 വിസിൽ പോകുന്നത് വരെയും ശരിക്കും വേവിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് ഊറ്റിക്കളയണം. കപ്പ തിളപ്പിച്ച വെള്ളം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ആ വെള്ളം നന്നായിട്ട് കളയണം. അങ്ങനെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് അവിടെ കപ്പ വെള്ളമെല്ലാം കളയാൻ വേണ്ടിയിട്ട് പാത്രത്തിലാക്കി വെച്ചിരിക്കുകയാണ്. കപ്പയുടെ കൂടെ മീൻ വറുത്തത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ കഴിക്കാനുള്ള മീൻ വറുത്തതും കൂടി റെഡിയാക്കിയാണ്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അവിടെ വെളിച്ചെണ്ണ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കൊഴുവയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കൊഴുവ ഫ്രൈ, കപ്പയും കൊഴുവ ഫ്രൈയും കാന്താരി മുളക് ചമ്മന്തിയും നല്ലൊരു വൈബായിരിക്കും. അങ്ങനെ നമ്മുടെ കൊഴുവ വെളിച്ചെണ്ണ കിടന്ന് അങ്ങോട്ട് മൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള വെളുത്തുള്ളിയാണ്. ഒരു ചുള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നമ്മൾ. അത് ശരിക്കും നന്നാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ മീൻ കൊഴുവ ഫ്രൈ വറുത്തതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പയുടെ പരിപാടികളിലേക്ക് പോകാം. വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം ഇതിൽ ചേർക്കാനുള്ള ചേരുവകൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത് നേരത്തെ അരിഞ്ഞ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ വേപ്പില, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് എടുത്ത് വച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ മൂത്ത് വരുമ്പോഴേക്കും കടുകിടണം. അപ്പോൾ നമ്മുടെ കടുകൊക്കെ നന്നായി പൊട്ടിയിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതിലേക്ക് ചേർക്കാം. വെളുത്തുള്ളി ഒന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ വെളുത്തുള്ളിയുടെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ലാസ്റ്റത്തെ ചേരുവയെ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ശരിക്കും ഇളക്കി കൊടുക്കുക. അതിനുശേഷം കപ്പയെല്ലാം അതിൻ്റെ അകത്തേക്ക് ഇടുക. ഇനിയാണ് മെയിൻ പരിപാടി. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി മറിച്ചൊരു പരുവാക്കണം. മസാലയെല്ലാം എല്ലാ കപ്പയിലേക്കൊക്കെ പിടിച്ച് നല്ല സൂപ്പർ ടേസ്റ്റ് ആക്കണമെങ്കിൽ നന്നായിട്ട് ഇളക്കണം. അങ്ങനെ ഇളക്കി നമ്മളത് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാം സെറ്റാക്കി കപ്പയെല്ലാം മസാലയെല്ലാം അതിൻ്റെ അകത്ത് പിടിച്ച് നല്ല സെറ്റായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കാന്താരി മുളക് ചമ്മന്തിക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കണം. ഇനി നമ്മുടെ ലാസ്റ്റ് ചേരുവയായ കാന്താരി മുളക് ചമ്മന്തിക്കുള്ള കാന്താരി മുളകും തപ്പിക്കൊണ്ടുള്ള നടപ്പാണ്. സാധനം കാന്താരി മുളകിൻ്റെ അടുത്തെത്തി.
അത്യാവശ്യം മൂത്തം നോക്കി കാന്താരി മുളക് പറിക്കുക. അങ്ങനെ കാന്താരി മുളകൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് ചമ്മന്തിയാക്കാം. കാന്താരി മുളകിൻ്റെ എരിവിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല എരിവ്. അതൊരു കുറച്ച് പറിച്ചിട്ടുള്ളൂ. അതിലേക്ക് ഉപ്പ് ചേർത്ത് ചെറിയൊരു ഉരലുണ്ട്, അതിലിട്ട് ഇടിക്കാന്ന് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു വേണ്ട, ഇങ്ങനെ ചെയ്താൽ നല്ല കുറച്ചും കൂടി ടേസ്റ്റ് കൂടുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. കാന്താരി മുളക് പൊട്ടുമ്പോൾ തന്നെ കാന്താരി മുളകിൻ്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ശരിക്കും നല്ലൊരു എരിവിൻ്റെ പോലത്തെ ഒരു സ്മെല്ലാണ് കാന്താരി മുളക് പൊട്ടിക്കഴിയുമ്പോൾ വരുന്നത്. ഇനി അതിലേക്ക് അത്യാവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കുക. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കിയതെല്ലാം നേരെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. കപ്പ എല്ലാം മസാല എല്ലാം പിടിച്ച് നല്ല സൂപ്പറായിട്ടുണ്ട്. അതിലേക്ക് കാന്താരി മുളക് ചമ്മന്തി, പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വച്ചിരുന്ന കൊഴുവയും വെച്ച് ഇങ്ങനെ എല്ലാം സൂപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി നമ്മുടെ കുഞ്ഞ് ഫുഡ് വീഡിയോ ഇതോടുകൂടി തീരെയാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്സ്.